ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ പുതിയ വേക്കൻസി വന്നിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ വന്നിരിക്കുന്നത് വേക്കൻസി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് വന്നിരിക്കുന്നത്. എലിജിബിലിറ്റി കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 20 to 27 വയസ്സാണ്. 1 ഏപ്രിൽ 1999 ആൻഡ് 31 മാർച്ച് 2006 ഇടയ്ക്ക് വരുന്നവർക്കാണ് അപേക്ഷിക്കാൻ വരുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആക്ടിവിറ്റി മിനിമം ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളാണ്, ഡീറ്റെയിൽസാണ്. അപ്പോൾ കാറ്റഗറി വൈസ് നോക്കിയിട്ട് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നില്ല, അപേക്ഷിക്കാൻ നല്ലൊരു വേക്കൻസിയാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള വേക്കൻസീസ്. എഞ്ചിനീയറിംഗ് വേക്കൻസിയാണ്. സിവിലിൽ വന്നിട്ടുണ്ട് ടോട്ടൽ 75 വേക്കൻസി. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ടോട്ടൽ 60 വേക്കൻസി. പിന്നെ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ ടോട്ടൽ 60 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 33 വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് 64. അപ്പം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവരും അപേക്ഷിക്കുക. എഞ്ചിനീയറിംഗ് പല വിഭാഗങ്ങളിലേക്ക് പഠിച്ചവർക്കുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പം എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ MISc എഞ്ചിനീയറിംഗ് സ്ട്രീംസിലേക്കും വന്നിട്ടുണ്ട്. അപ്പം അപേക്ഷിക്കാൻ എല്ലാവരും അപേക്ഷിക്കുക. നല്ലൊരു ജോബ് വേക്കൻസിയാണ്, അത്യാവശ്യം സാലറി പാക്കേജുള്ള. കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയിട്ട് എല്ലാവരും അപേക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.